വിവാഹത്തിന്റെ മധുരം മാറും മുൻപേ കനത്ത പ്രതീക്ഷകളോടെ ഭർത്തൃവീട്ടിലേക്ക് വലതുകാൽ വെച്ച് കയറിയ 19-കാരിയായ ഗർഭിണി തൂങ്ങി മരിച്ച എന്ന വാർത്ത എല്ലാവരെയും ഞെട്ടിക്കുകയാണ് എന്ന് പറയാം. ഈ സംഭവത്തിൽ ഭർത്തൃവീട്ടുകാർക്കെതിരെ ആരോപണങ്ങൾ കടുക്കുകയാണ് എന്നും പറയുന്നു. കല്യാണം കഴിഞ്ഞ് കൃത്യം 40-ാമത്തെ ദിവസം പാനൂരിൽ ഫാത്തിമ എന്ന യുവതി ആത്മഹത്യ ചെയ്തതിന് പിന്നിൽ ഭർത്താവിൻ്റെയും വീട്ടുകാരുടെയും ക്രൂരമായ സ്ത്രീധന പീഡനമാണെന്ന് ചൂണ്ടിക്കാട്ടി ബന്ധുക്കൾ ഇപ്പോൾ രംഗത്തെത്തുന്നു. കുറ്റക്കാർക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ട ഫാത്തിമയുടെ സഹോദരൻ തൃക്കുന്നപ്പുഴ പോലീസ് ഔദ്യോഗികമായി പരാതി നൽകിയിട്ടുണ്ട്. പോലീസിൽ പരാതി നൽകിയതിനെ തുടർന്ന് തന്നെയാണ് ഈ കേസ് ഇത്രയും വലിയ ചർച്ചയായി മാറുന്നത് എന്നും പറയാം. ഭർത്തൃവീട്ടിൽ ആത്മഹത്യ ചെയ്യുന്ന വാർത്തകൾ അല്ലെങ്കിൽ പെൺകുട്ടികൾ ഭർത്തൃവീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തുന്ന വാർത്തകൾ വളരെയധികം വർദ്ധിച്ചു വരുന്ന ഒരു കാലം തന്നെയാണ്. കഴിഞ്ഞ 3 മാസത്തിനിടയിൽ തന്നെ 10-ൽ കൂടുതൽ വാർത്തകൾ എന്തായാലും ഇവിടെ വന്നിട്ടുണ്ട് എന്നതാണ് ഏറ്റവും വലിയ സത്യം. തൃക്കുന്നപ്പുഴ പാനൂർ കൊല്ലൻ്റേഴത്ത് വീട്ടിൽ അബ്ദുൽ നാസർ റഹ്മത്ത് ദമ്പതികളുടെ മകളായ 19 വയസ്സുകാരി ഫാത്തിമയെ കഴിഞ്ഞ പെരുന്നാൾ ദിനത്തിലാണ് സ്വന്തം വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അന്ന് ഉച്ചയ്ക്ക് 2:30-യോടെ ഭർത്താവ് നൗഫൽ ഫാത്തിമയെ പാനൂരിൽ സ്വന്തം വീട്ടിലാക്കാൻ എത്തിയിരുന്നു. പെരുന്നാൾ ദിവസമായതിനാൽ അന്ന് അവിടെ നിൽക്കാൻ ഫാത്തിമയും വീട്ടുകാരും നൗഫലിനെ ഒരുപാട് നിർബന്ധിച്ചു. എന്നാൽ അദ്ദേഹം നിർബന്ധിച്ചെങ്കിലും നിൽക്കാൻ തയ്യാറായിരുന്നില്ല. കടയിൽ പോകാനുണ്ടെന്ന കാരണം പറഞ്ഞ് നൗഫൽ പെട്ടെന്ന് തന്നെ മടങ്ങുകയായിരുന്നു എന്നാണ് ഫാത്തിമയുടെ വീട്ടുകാർ തന്നെ പറയുന്നത്. ഇതിനുശേഷം നൗഫലും ഫാത്തിമയും തമ്മിൽ ഫോണിലൂടെ കടുത്ത വാക്കുതർക്കവും വഴക്കുമുണ്ടായെന്നും പറയുന്നു. ഇതിനു തൊട്ട് പിന്നാലെ മാനസികമായി തകർന്ന ഫാത്തിമ രാത്രി 8:30-യോടെ കിടപ്പുമുറിയിൽ ആത്മഹത്യ ചെയ്യുകയായിരുന്നു. ഇതാണ് വീട്ടുകാർ പറയുന്ന കാര്യം. മരണപ്പെടുമ്പോൾ ഫാത്തിമ ഒരു ജീവന് ഉള്ളിൽ ചുമക്കുന്ന ഗർഭിണി കൂടിയായിരുന്നു എന്ന വിവരം നാടിനെ കണ്ണീരിലാഴ്ത്തുകയാണ്. വളരെ വൈകിയാണ് ശരിക്കും പറഞ്ഞാൽ ഇത് അറിയുന്നത്. 11.5 ലക്ഷത്തിന്റെ സ്വർണം പോരാഞ്ഞ് വീണ്ടും പീഡനമാണ്. കഴിഞ്ഞ ഏപ്രിൽ 19-നായിരുന്നു ഫാത്തിമയുടെ ആലപ്പുഴയിലെ സ്വകാര്യ സ്ഥാപനത്തിൽ ജീവനക്കാരനായ നൗഫലിന്റെ വിവാഹം നടന്നത്. വിവാഹ സമയത്ത് 11.5 ലക്ഷം രൂപ വിലമതിക്കുന്ന സ്വർണ്ണാഭരണങ്ങൾ ഫാത്തിമയുടെ കുടുംബം പൂർവ്വമായി തന്നെ നൽകിയിരുന്നു. എന്നാൽ ഈ സമ്പാദ്യം കൊണ്ടും തൃപ്തിപ്പെടാതെ ഭർത്താവ് നൗഫൽ, ഇയാളുടെ മാതാവ് റുമൈലത്ത്, സഹോദരി ഭീമ എന്നിവർ ചേർന്ന് കൂടുതൽ സ്വർണം ആവശ്യപ്പെട്ട് ഫാത്തിമയെ നിരന്തരം മാനസികമായും ശാരീരികമായും പീഡിപ്പിച്ചതായും പരാതിയിൽ പറയുന്നുണ്ട്. മറ്റുള്ളവരുടെ മുന്നിൽ വെച്ചും യാത്ര ചെയ്യുന്ന വാഹനങ്ങളിൽ വെച്ചും ഫാത്തിമയെ ഇവർ അധിക്ഷേപിക്കുകയും പതിവായിരുന്നു. ക്രൂരതയുടെ അങ്ങേയറ്റമെന്നോണം മരണപ്പെടുന്നതിന് വെറും 3 ദിവസം മുൻപ് അർദ്ധരാത്രി 2 മണിക്ക് ഫാത്തിമയെ ഭർത്തൃവീട്ടുകാർ ചേർന്ന് വീടിന് പുറത്താക്കി കതകടച്ചതായും ബന്ധുക്കൾ ആരോപിക്കുന്നു. ഭർത്തൃവീട്ടിൽ താൻ അനുഭവിച്ചിരുന്ന നരകയാതനകൾ ഒന്നും തന്നെ ഫാത്തിമ തുടക്കത്തിൽ സ്വന്തം വീട്ടുകാരെ അറിയിച്ചിരുന്നില്ല. എന്നാൽ ഫാത്തിമയുടെ മരണശേഷം വീട്ടുകാർ അവളുടെ മൊബൈൽ ഫോൺ എടുത്ത് വിശദമായി പരിശോധിച്ചപ്പോൾ നൗഫലും കുടുംബവും നടത്തിയ ക്രൂരചതിയുടെയും പീഡനങ്ങളുടെയും ഞെട്ടിക്കുന്ന വിവരം പുറത്തുവന്നു. ഇതോടെയാണ് കേസ് കൊടുക്കാനും ഇതിൽ വളരെയധികം നിഗൂഢതകൾ ഉണ്ടെന്നും ഇപ്പോൾ കുടുംബക്കാർ ആരോപിക്കുന്നത്. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും